നമസ്കാരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുൻ സൂപ്രണ്ട് ഡോക്ടർ സുനിലിനെതിരെ പീഡന പരാതി. കുറച്ചു മുന്നേ മാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്തയാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ എന്താണ് ഇതിന്റെ വസ്തുതയെന്ന് അന്വേഷിക്കണമല്ലോ, ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് കേരളത്തിലെ ഒരു ഹണി ട്രാപ്പിനെ കുറിച്ച് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഹണി ട്രാപ്പ് ആണെന്നൊക്കെ ഇനിയിപ്പോൾ അത് തെളിയിക്കപ്പെട്ട് വരേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷേ ഒരു ഡോക്ടറിനെ കൊടുക്കാൻ വേണ്ടി പൊടുന്നനെ നേരത്തെ വനിതാ കമ്മീഷനിൽ വെച്ച് സെറ്റിൽമെന്റ് ആയ കേസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി പോകണമെന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു വല്ലായിക തോന്നുന്നില്ലേ? അങ്ങനെയാണ് ഇതിന്റെ സംഭവവികാസത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ചില രേഖകൾ കൂടി കിട്ടിയത്. അത് നിങ്ങളെ കാണിക്കുന്നത്. വാർത്തയിലേക്ക് പോയാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മുൻ സൂപ്രണ്ടിനെതിരെ പീഡന പരാതിയിൽ കേസെടുത്ത് പോലീസ്. ആശുപത്രി മുൻ സൂപ്രണ്ട് സുനിൽ കുമാറിനെതിരെയാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെ ഹോട്ടലിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ്. ഡോക്ടർ സുനിലിനെ സംബന്ധിച്ച് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അതൊരു ഹണി ട്രാപ്പാണെന്ന് സംശയം തോന്നാൻ കാരണം ഇക്കഴിഞ്ഞ 16-ാം തീയതി, അതായത് ഫെബ്രുവരി 16-ാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്ന വ്യക്തിക്കെതിരെ ഇപ്പറയുന്ന ഡോക്ടറുടെ ഭാര്യ വനിതാ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സൂയിസൈഡ് ഭീഷണിയിലൂടെ സ്വന്തം ഭർത്താവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നു എന്ന രീതിയിൽ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട് വനിതാ സെല്ലിൽ അന്വേഷണം നടക്കുന്നുണ്ട്. ആ വനിതാ സെല്ലുമായി ബന്ധപ്പെട്ട് 2 പരാതിക്കാരെയും ഒപ്പം തന്നെ ആരോപണ വിധേയം വിളിച്ചു വരുത്തി അവിടെ എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു ഡോക്യുമെന്റാണ് നിങ്ങൾ കാണുന്നത്. അതായത് ഇനി മുതൽ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തരുത് എന്ന നിലയ്ക്ക്. അതായത് ഈ കേസിന്റെ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കി പോകുമ്പോൾ സൗഹൃദങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു, അതിൽ സാമ്പത്തിക ചൂഷണം നടന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇതൊരു പീഡന പരാതിയായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ വന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഡോക്ടർ സുനിൽ എന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അറിയപ്പെടുന്ന ഒരു ന്യൂറോ വിദഗ്ധനാണ്. അങ്ങനെയുള്ള ഒരു ഡോക്ടറിനെതിരെ പൊടുന്നനെ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് അറിയണ്ടേ? അങ്ങനെയാണ് ഒരാളെ പേഷ്യന്റ് എന്നുള്ള നിലയ്ക്ക് പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് വസ്തു എന്ന് അന്വേഷിച്ചപ്പോൾ പേഷ്യന്റ് ആയിരുന്നില്ല. ഒരാൾക്ക് മെന്റൽ ട്രോമ ഉണ്ടായിരുന്ന ആളെ അവിടെ ഡിപ്രഷന് വേണ്ടി ട്രീറ്റ്മെന്റിന് സഹായം ചെയ്തു കൊടുക്കുന്നു. ആ സഹായം ചെയ്തു കൊടുത്ത ആൾ പിന്നീട് ഈ സൂയിസൈഡ് അറ്റംപ്റ്റുമായി ബന്ധപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്നു. ആ ഭീഷണിപ്പെടുത്തിയ വ്യക്തി സാമ്പത്തിക ചൂഷണം നടത്തുന്നു. പിന്നീട് അത് വലിയ ബുദ്ധിമുട്ടായി മാറിയപ്പോൾ കുടുംബത്തെ അറിയിക്കുന്നു. കുടുംബം അത് ഇക്കഴിഞ്ഞ 16-ാം തീയതി പരാതി കൊടുത്തു. 16-ാം തീയതി കൊടുത്ത പരാതിയിൽ 17-ാം തീയതി വനിതാ സെല്ലിൽ വിളിച്ച് എഴുതി ഒപ്പിട്ട് കോംപ്രമൈസായി പോയ കാര്യം പിന്നീട് ഇവർ വീണ്ടും വനിതാ സെല്ലിൽ 27-ാം തീയതി പരാതി കൊടുക്കുന്നു. അത് പിന്നീട് കോംപ്രമൈസ് ആകാതെ പോകുന്നു. പിന്നീട് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പീഡന പരാതിയായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്താണ് അത് മനസ്സിലാക്കേണ്ടത്? അതിന്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ടെന്ന് സ്വാഭാവികമായി സംശയിക്കേണ്ടി വന്നാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ആൾ, അവർക്കെതിരെ ഈ ഡോക്ടറിന്റെ ഭാര്യ തന്നെ വനിതാ സെല്ലിൽ പരാതി കൊടുക്കുന്ന സന്ദർഭത്തിൽ ഇക്കാര്യങ്ങളൊക്കെ അവിടെ പറയാമായിരുന്നതാണ്. എന്നാൽ അവിടെ വച്ചിട്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഇനി മേലാൽ ഫോൺ വിളിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്താനോ പാടില്ല എന്ന് എഴുതി ഒപ്പിട്ട് പോയതിനു ശേഷം വീണ്ടും പരാതിയുമായിട്ട് പോവുക, പീഡന പരാതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഏതെങ്കിലും ഒരു വിഷയം മുന്നിലേക്ക് വരുമ്പോൾ അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് അന്വേഷിക്കാതെ ഒരു പരാതി കിട്ടി എന്നതിന്റെ പേരിൽ ഒരു വ്യക്തിക്കെതിരെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാതെ സമൂഹത്തിന്റെ മുന്നിലേക്ക് പീഡനം എന്നുള്ള നിലയ്ക്ക് ആ പരാതി പുറത്തേക്ക് വിടുമ്പോൾ, അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ച് അതിനൊരു സ്ഥിരീകരണം വരുന്നതിന് മുന്നോടിയായിട്ട് ഇങ്ങനെ പീഡിപ്പിച്ചു എന്ന തരത്തിൽ വെറും ഒരു പരാതിയുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി അത് ചെയ്തു എന്ന നിലയ്ക്ക് അത് സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ വാർത്ത കൊടുത്ത് ആ വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കുന്നതിന് മുന്നോടിയായിട്ട് എന്താണ് ഇതിന്റെ പിന്നിൽ സംഭവിച്ചത് എന്നതിനെ കുറിച്ചൊരു അന്വേഷണം നടത്താത്തതിന്റെ പേരിലാണ് ഇങ്ങനെ തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജിൽ ഒരു പ്രമുഖ ഡോക്ടറിന്റെ പേരിൽ ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. എന്തായാലും പോലീസ് ആ കേസിൽ FIR ഇട്ടിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. അന്വേഷണം നടത്തിയതിനു ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിക്ക് ഇന്നലകളിൽ സാമ്പത്തിക ചൂഷണം എന്തിനു നടത്തി, പിന്നീട് കൂടുതൽ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, അത് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമസഹായം തേടുന്നു. നിയമസഹായം തേടുമ്പോൾ അയാളുടെ പേരിൽ പീഡന പരാതി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സംഭവവികാസത്തെ മാധ്യമങ്ങൾ വ്യക്തിയെ സമൂഹത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന ഒരാളെ സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പരാതി കിട്ടി എന്നതിന്റെ പേരിൽ അതിന്റെ 2 വശവും അറിയുന്നതിന് മുന്നോടിയായിട്ട് വലിയ വാർത്താ പ്രാധാന്യം നൽകി സമൂഹത്തിന്റെ മുന്നിൽ ആക്ഷേപിക്കുമ്പോൾ അതിന്റെ ശരിതെറ്റുകൾ നാടറിയാതെ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകൾ സമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്നു എന്നതിനപ്പുറം ആ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ, കുടുംബത്തിന്റെ ആരോപണം പോലെ ഹണി ട്രാപ്പാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ചൊക്കെ അന്വേഷണം നടത്തി പുറത്തു വരുന്നതിന് മുന്നോടിയായിട്ട് ഒരു പരാതിയുടെ ബേസിസിൽ ഒരാളുടെ പേരിലേക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് വാർത്ത കൊടുക്കുന്നത് തീർത്തും നിരുത്തരവാദിത്തപരമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.